കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12, 13, 14 അധ്യായങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12, 13, 14 അധ്യായങ്ങൾ. അപ്പോൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്തതല്ലേ, നിങ്ങൾ കറക്റ്റാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12, 13, 14 അധ്യായങ്ങൾ. നമ്മുടെ ഈ ടെസ്റ്റിൻ്റെ ചില ഘട്ടങ്ങൾ പലപ്പോഴും കാണുന്നതാണ്. ഉറക്കം വരുന്നവരെല്ലാം സ്തോത്രം ചെയ്തേന്നൊക്കെ പറയുമ്പോഴത്തേന് എല്ലാവരും എന്തു ചെയ്യും? അതിനർത്ഥം ശ്രദ്ധിക്കാതെ ഇരിക്കുന്നുണ്ടൊക്കെ ആയിരിക്കും. ദൈവം സഹായിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, കർത്താവ് സഹായിക്കട്ടെ. അപ്പം നമ്മളവിടെ വരങ്ങളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെയാണ് ചിന്തിക്കുന്നത്. 12-ാം അധ്യായത്തിൽ പല വരങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഭാഷാവരത്തെ കാണുന്നുണ്ട്, പ്രവചനവരത്തെ കാണുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ വരത്തെ കാണുന്നുണ്ട്, കൊടുക്കാനുള്ള വരത്തെ കാണുന്നുണ്ട്, രക്തസാക്ഷിയാകാനുള്ള വരമുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ 12-ാം അധ്യായത്തിൻ്റെ അവിടെ പ്രവാചകൻ, ഉപദേഷ്ടാക്കന്മാർ എന്നിങ്ങനെ വരങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. വ്യാഖ്യാനം, പ്രവചനം, ഭാഷാവരം, രോഗശാന്തി എല്ലാം കാണുന്നുണ്ട്. അപ്പം വരങ്ങളും ബലവും ഒരുപോലെ സഭയാണ് ഹെൽത്തി സഭ. പക്ഷെ വരങ്ങൾ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ദാസന് പറഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, കാവൽക്കാരെക്കുറിച്ച് പറഞ്ഞു. അത് പ്രാർത്ഥനയുടെ ഒരു വരമാണ്, കാത്തിരിക്കുക. പ്രവചനം ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല, തുച്ഛീകരിക്കാൻ പാടില്ല. പക്ഷേ ഒരു വാക്ക് തന്നെ പറഞ്ഞു, പരിജ്ഞാനം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഡിസേൺമെൻറ്റ്, അത് ഭയങ്കര ഒരു ഘടകമാണ്. ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു മുഖാന്തരം, എൻ്റെ പിതാവ് വിശ്വാസത്തിലേക്ക് വരാനുള്ളൊരു മുഖാന്തരം ഞാൻ കേട്ടിട്ടുള്ളത്, എൻ്റെ അമ്മച്ചിക്ക് ക്യാൻസറായിട്ട് ഉള്ള ഒരു വല്ലാത്ത അനുഭവത്തിലേക്ക് പോയ സമയം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അമ്മച്ചിയെ തള്ളി. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം, ഇനി മെഡിക്കലി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കലി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് പോകാൻ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈന്ദവയായ ഒരു ഉന്നത കുലജാതിയായ ഒരു ഡോക്ടർ, ആ ഡോക്ടറിൻ്റെ അപ്പച്ചനെ വിളിച്ച് പറഞ്ഞു, മെഡിക്കലി ഇനി അമ്മച്ചിക്കൊന്നും ചെയ്യാനില്ല, പക്ഷേ ഞാനൊരു ഹിന്ദു ആണെങ്കിലും യേശുവിനോട് പ്രാർത്ഥിക്കുക, യേശു നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളോട് യേശു സൗഖ്യമാക്കുമെന്നുള്ള സുവിശേഷം പറഞ്ഞത് ഒരു ഹൈന്ദവ ഡോക്ടറാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നു. ദൈവത്തിൻ്റെ ആ ഒരു കരം തന്നെ തൊടുവാൻ ഇടയായി തീർന്നു. അതിന് വലിയൊരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. അങ്ങനെ എല്ലാവരും അഭിഷേകം. അമ്മച്ചി ഈ സമയത്ത് തന്നെ അന്യഭാഷയാൽ നിറയപ്പെടുകയും പരിശുദ്ധാത്മാവിൽ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ആൾക്കാർ എൻ്റെ അപ്പയെ അറിയിച്ചു. അപ്പോൾ ഞാനൊന്ന് ഇല്ല. അപ്പം അത് വലിയൊരു അപമാനമാണ്, വിശ്വാസത്തിലേക്ക് പോകുന്നു. അങ്ങനെ അപ്പ വീട്ടിലേക്ക് വന്നു. ഭയങ്കര ബഹളമൊക്കെ വെച്ചാണ്. അമ്മച്ചിയുടെ സൗഖ്യത്തെക്കാൾ ഉപരി ശ്വാസം വിട്ടു പോകുന്നുള്ള ആ ഒരു തീക്ഷ്ണമായ ആ എരിവോടെ വന്ന് ബഹളം വെച്ചു. അപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു, ഏതായാലും എന്തോ നിൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചു, എന്തോ വേണം നമുക്കറിയത്തില്ല, എനിക്കും ശരിക്കും ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഒരു കാര്യം ചെയ്യും, അന്നേരം ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുക. ഒരു കാര്യം ചെയ്യും, നമുക്ക് ലാസ്റ്റിലൊരു ഓപ്ഷൻ, നീ ഉച്ചവരെ പ്രാർത്ഥനയ്ക്കിരിക്കുക, നമുക്കെല്ലാം ഇരിക്കാം, എന്തെങ്കിലും നിനക്ക് തോന്നുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ കൊണ്ട് നിർത്തിയേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഇരുന്നപ്പം കുപ്പിയെല്ലാം കളഞ്ഞു, സിഗരറ്റെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് കുറച്ച് പിച്ചാത്തി അതിങ്ങനെ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഒറ്റ ഇരിപ്പിരുന്നു. ആ ഇരിപ്പിൽ അപ്പയുടെ മൂത്ത അനന്തരവൻ, അദ്ദേഹം ഇന്ന് 10-25 വയസ്സ് മേലുള്ള ഒരു സുവിശേഷകനായി അമേരിക്കയിലുണ്ട്. അദ്ദേഹം വന്ന് കൊച്ചു പയ്യൻ, 10-7-8 വയസ്സുള്ളൊരു പയ്യൻ, അദ്ദേഹം എൻ്റെ അപ്പയോട് പ്രവചിക്കാൻ തുടങ്ങി. പ്രവചിച്ചതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം, തന്നെ ശ്രദ്ധിച്ചത് ലോകത്താർക്കും അറിയാത്ത താൻ കാണിച്ചിട്ടുള്ള സകല വൃത്തികേടുകളും ഈ 7 വയസ്സുകാരൻ ചെവി പറഞ്ഞു. ഞാൻ നിന്നെ ഉപയോഗിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ എന്തെല്ലാം ചെയ്യുമെന്നും നല്ല കാര്യങ്ങളെല്ലാം പൊതുവെ പറഞ്ഞു. അതാണ് തന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം 7 വയസ്സുകാരൻ്റെ വികല്പങ്ങളുണ്ടല്ലോ, പറയരുതാത്തതെല്ലാം ചെവി പറഞ്ഞു, പറയേണ്ടതെല്ലാം പുറത്ത് പറഞ്ഞു. ഇതിൻ്റെ പേരാണ് പരിജ്ഞാനം എന്ന് പറയുന്നതും വിവേചനം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയാണ് അതൊരു വലിയ കൃപയാണ്. ചിലർക്ക് പരിജ്ഞാനത്തിൻ്റെ ഒരു വരവുണ്ട്. പരിജ്ഞാനം എന്ന് പറയുന്നത് എന്ത് പറയണം, എവിടെ പറയണം എന്ന് ഒക്കെയുള്ള ആ ഒരു പരിജ്ഞാനം, അത് ഡിസേൺമെൻ്റാണ്. പറയേണ്ടത് പുറത്ത് പറയുക, രഹസ്യത്തിൽ പറയേണ്ടത് രഹസ്യത്തിൽ പറയുക. ഈ വിവരമില്ലാത്ത
ആളുകൾ പ്രവാചകരായിട്ട് വന്നാൽ പെൺകുഞ്ഞുങ്ങളെയൊക്കെ എഴുതിപ്പിച്ച് അവരുടെ കുറവുകളൊക്കെ പരസ്യമായിട്ട് പറയും. പരസ്യമായിട്ട് പറഞ്ഞാൽ ജീവിതത്തിൽ ആ കൊച്ചിൻ്റെ കല്യാണം നടക്കത്തില്ല. ഇത് വരമാണ്. പക്ഷെ എന്തില്ല, വിവേചനമില്ല. വിവേചനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ കേൾക്കുന്ന ആൾക്ക് മുറിവുണ്ടാകാതെ ഉടയാതെ പണിയണമെങ്കിൽ അതിന് സ്നേഹം വേണം. ഉടയാതെ വേണം പണിയപ്പെടാൻ. പണിത് നിങ്ങൾക്കുള്ള അധികാരം ഇടിച്ചു കളയാനല്ല, പിന്നെ എന്ത് ചെയ്യാനാ? പണിയാനാണ്. അപ്പം നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. അതൊരിക്കലും എന്ത് ചെയ്യാനല്ല, ഇടിച്ചു കളയാനല്ല, പിന്നെ എന്ത് ചെയ്യാനാണ്? പണിയാനാണ്. അധികാരം ഇടിച്ചു കളയാൻ ഒക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇടിച്ചു കളയാം. ചെറിയ സിമ്പിൾ എക്സാമ്പിൾ വേദവസ്തുത്തിൽ നിന്ന് പറയാം. യാക്കോബ് ഇങ്ങനെ പോവുകയാണ്. യാക്കോബ് ഉബായിയിൽ ഇങ്ങനെ പോവുകയാണ്. പോകുമ്പം യാക്കോബ് പോയപ്പോൾ അപ്പം പറഞ്ഞു, നീ നിൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിലേക്ക് പോക്കൂ, അവിടെ നീ ഒരാളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. കാരണം ഇയാളുടെ സ്വഭാവം ആർക്കറിയാം? അപ്പനറിയാം. അങ്ങനെ പോയിട്ട് പുള്ളി ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്. ആരെ ഇഷ്ടപ്പെട്ടത്? യാക്കോബ് ചെന്നിട്ട് കണ്ട ആരെയാ വീട്ടിൽ ഇഷ്ടപ്പെട്ടേ? റേച്ചലിനെയോ ലേയെയോ? റേച്ചലിനെ ഇഷ്ടപ്പെട്ടു. റേച്ചലിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം അപ്പം വന്ന് പറഞ്ഞു, നീ ഒരു മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ വെറുതെ അധ്വാനിക്കേണ്ട, നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ പറഞ്ഞു. അപ്പം പറഞ്ഞു, എനിക്ക് ആരെ വേണം? റാഹേലിനെ വേണമെന്ന് പറഞ്ഞു. ശരി, റാഹേലിന് വേണ്ടി നീ 7 വർഷം എന്ത് ചെയ്യണം? അധ്വാനിക്കാൻ പറഞ്ഞു. അങ്ങനെ 7 വർഷം അധ്വാനിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആരെ കിട്ടി? ലേയെ കിട്ടി. എന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് കുറച്ച് നാൾക്ക് മുമ്പ് താൻ അപ്പനെ ചതിച്ചതാണ്. ആരാന്നും പറഞ്ഞുകൊണ്ട്? യേശാവെന്നും പറഞ്ഞുകൊണ്ട്. പൊട്ടനെ ചട്ടൻ ചതിച്ച ചട്ടനെ ദൈവം ചതിക്കും. അപ്പനെ ചതിച്ചവനെ ആര് ചതിച്ചു? അമ്മായിപ്പൻ ചതിച്ചു. അങ്ങനെ ലേയെ കിട്ടി. പിന്നെയും 7 വർഷം കൂടെ. അത് കഴിഞ്ഞപ്പോൾ ആരെ കിട്ടി? റാഹേലിനെ കിട്ടി. അങ്ങനെ ലേയും റാഹേലിനെ കിട്ടി. കാലം മുമ്പോട്ട് പോയി. റാഹേൽ ഇങ്ങനെ പ്രസവിക്കാതിരുന്നു. ലേയെ പ്രസവിക്കാൻ തുടങ്ങി. 1 by 1 ആയിട്ട് ലേഹയ്ക്ക് മക്കളുണ്ടായപ്പം ആദ്യം ഒരു മകനുണ്ടായി. ആദ്യം ഉണ്ടായ മകൻ്റെ പേരെന്താ? രൂപൻ എന്നാണ്. രൂപൻ എന്നുള്ളൊരു മോനുണ്ടാകാനായിട്ടുള്ള കാരണം, അന്നേരം ഈ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, ഇനിയെങ്കിലും നിൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് എന്തെന്ന് പേരിട്ടു? രൂപൻ എന്ന്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഭർത്താവ് തന്നെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അപ്പോൾ ഈ മോനുണ്ടായപ്പം സ്നേഹിക്കുമെന്ന് ഓർത്തു. അങ്ങനെ മോനുണ്ടായി. ആർക്കും മക്കളില്ല? റാഹേലിന് മക്കളില്ല. പക്ഷേ യാക്കോബിൻ്റെ ഇഷ്ടം ആരോടായിരുന്നു? റാഹേലിനോടായിരുന്നു. കാരണം റാഹേൽ ആരായിരുന്നു? സുന്ദരിയായിരുന്നു. അങ്ങനെ സുന്ദരിയായ റാഹേലിനെ ഇഷ്ടപ്പെട്ടു. കാലം മുമ്പോട്ട് പോന്നു. അടുത്ത മോനുണ്ടായി. രൂബൻ, യൂദ, ലേവി, ഷെമി, ഇങ്ങനെ മക്കളുണ്ടായി. കാലം മുമ്പോട്ട് പോന്നു. റാഹേൽ അതിനിടയ്ക്ക് ബിൽഹായെ കൊടുക്കുന്നു. ഇങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഇതിനിടയ്ക്കുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഈ ലാബാൻ്റെ വീട്ടിൽ നിന്ന് ഇവർ ഓടിപ്പോകുമ്പം ഈ റാഹേൽ ഒരു കാര്യം ചെയ്തു. എന്തുകൂടെ മോഷ്ടിച്ചുകൊണ്ട് പോയി? ഗ്രഹബിംബം മോഷ്ടിച്ചുകൊണ്ട് പോയി. ഗ്രഹബിംബം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം വരുത്തുന്ന ഒരു സംഭവമാണ്. ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയപ്പം ലേയും പിള്ളേരും എല്ലാം ആയിട്ട് പോവുകയാണ്. പുറകെ ആര് പോയി? ലാബാനും കൂട്ടരും കൂടെ പോയിട്ട് ഈ ലാബാൻ പുറകെ എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഗ്രഹബിംബം എന്ത് ചെയ്യാൻ ചോദിച്ചു. ഗ്രഹബിംബം എന്ത് ചെയ്യാൻ ചോദിച്ചപ്പോൾ ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട റാഹേൽ മോഷ്ടിച്ചു എന്നുള്ള കാര്യം ആർക്കറിയത്തില്ലായിരുന്നു? യാക്കോബിന് അറിയത്തില്ല. റാഹേൽ സുന്ദരിയായിരുന്നു. പിണങ്ങരുത്. സൗന്ദര്യവും സ്വഭാവം കൂടെ ഒന്നിച്ച് കിട്ടാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് സൗന്ദര്യം തന്നെ നോക്കി പെണ്ണ് കെട്ടിയാൽ 8ൻ്റെ പണി കിട്ടും. അതുകൊണ്ട് കെട്ടാനുള്ള പിള്ളേർ സൗന്ദര്യം തന്നെ നോക്കരുത്. 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ അറിയാമോ? 3ൻ്റെ പണിയാണ് ഇതുവഴി ഇറങ്ങി വരാം. 2ൻ്റെ പണിയാണ് ഇതുവഴി ഇറങ്ങി വരാം. 4ൻ്റെ പണിയാണ് ഇതുവഴി ഇറങ്ങി വരാം. 8ൻ്റെ പണിയാണ് നിനക്ക് ഇറങ്ങി വരാൻ പോലും ഒക്കാത്ത പണിയാണ് 8ൻ്റെ പണി. അതിൻ്റെ പേരാണ് ഒരു വഴിയും. 8ൻ്റെ അത് പണി കിട്ടിയാൽ നിങ്ങൾ എതുവഴി ഇറങ്ങി വരും മക്കളെ? എതുവഴി ഇറങ്ങിയാലും അതിനകത്ത് കിടക്കും. അങ്ങനെ അതുകൊണ്ട് സൗന്ദര്യം തന്നെയല്ല കിടക്കും. എന്നാൽ സൗന്ദര്യം ഇല്ലെങ്കിലും ചിലർക്ക് നല്ല സ്വഭാവമുള്ളവരുണ്ട്, ഇല്ലേ? സ്വഭാവമുള്ളവരുണ്ട്. അങ്ങനെ അപ്പം കുറേ കഴിയുമ്പോൾ സൗന്ദര്യത്തെക്കാട്ടിലും ഘടകം എന്തിനായിരിക്കും? ആദ്യത്തെ മൂച്ചയുള്ളൂ സൗന്ദര്യമൊക്കെ. കുറേ കഴിയുമ്പോൾ സൗന്ദര്യത്തെക്കാട്ടിലും പ്രധാനം എന്തായിരിക്കും? സ്വഭാവമായിരിക്കും. രണ്ടും വേണം. ഓക്കെ, എന്തായിക്കോട്ടെ, അവരുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യുക, പണി കിട്ടാതെ സൂക്ഷിക്കുക. അതുകൊണ്ട് അങ്ങനെ റാഹേൽ. അപ്പോൾ ഈ റാഹേൽ ഗ്രഹം പഠിച്ചു മാറ്റിയപ്പം ഈ ലാഭം എന്ന് ചോദിച്ചു, എന്തിയാ ഗ്രഹം എന്ന് ചോദിച്ചു. അപ്പം യാക്കോബിന് അറിയത്തില്ല. യാക്കോബ് എടുത്ത വായിൽ ഒറ്റ വാക്ക് പറഞ്ഞു, ആളുടെ കയ്യിലാണോ ഗ്രഹിമ്പം ആ ആളെന്ത് ചെയ്യട്ടെന്ന് പറഞ്ഞു. ആ ആളെന്ത് ചെയ്യട്ടെ, മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. റാഹേൽ സൂത്രത്തിൽ അവിടെ ഒളിപ്പിച്ചൊക്കെ വെച്ചു, രക്ഷപ്പെട്ടു. പക്ഷേ കുറച്ച് അധ്യായങ്ങൾ, 2-3 അധ്യായങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യം കരുതുന്നുണ്ട്. റാഹേൽ ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. അവനെ എന്തെന്ന് പേരിട്ടു? ബെനോനി എന്ന് പേരിട്ടു. അവനായിരുന്നു ആര്? ഏറ്റവും ഇളയ മകൻ. ബെനോനി എന്ന് പേരിട്ടു. ബെനോനി എന്ന് പേരിടുകയും ആര് മരിച്ചുപോയി?
റാഹേൽ മരിച്ചുപോയി. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു, റാഹേൽ മരിച്ചു. ഞാനപ്പോൾ കാരണം കണ്ടെത്തിയപ്പോൾ എന്തുകൊണ്ടാണ് പ്രസവത്തോടുകൂടി റാഹേൽ മരിച്ചു എന്നുള്ള കാരണം തിരക്കി ചെന്നപ്പോൾ വേദപുസ്തകത്തിൽ ഒരു വാക്യം കണ്ടു. അപ്പൻ അമ്മയെ നോക്കി, അമ്മയാണെന്ന് അറിയത്തില്ല, റാഹേലെന്ന് അറിയത്തില്ല, ആരുടെ കയ്യിലാണോ ഗൃഹമുമ്പം ചത്തുപോട്ടെന്ന് അപ്പം പറഞ്ഞു. ആര് ചത്തുപോയി? ഭാര്യ ചത്തുപോയി. അപ്പം ഭർത്താവ് ഭാര്യയെ കൊല്ല എന്ത് പറഞ്ഞാൽ മതി? ഈസിയായിട്ട് പറഞ്ഞാൽ തൊരയട്ടെ പറഞ്ഞാൽ ആര് ചത്തുപോകും? ഭാര്യ ചത്തുപോകും. പൊതില്ലേ? ഭാര്യ ചത്തുപോകും. അതുകൊണ്ട് ഒരു ഭർത്താക്കും ഭാര്യയെ നോക്കി ചത്തുപോകത്തെന്ന് പറയരുത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പലയിടത്തും പറഞ്ഞൊരു കാര്യമുണ്ട്. ഭാര്യ ചത്തുപോയാൽ ഭർത്താവിൻ്റെ ഏട്ടപ്പാട് തീരും. കാരണം ഭാര്യ മരിച്ചിട്ട് ഭർത്താവ് ജീവിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെയും ഭർത്താവ് മരിച്ചിട്ട് ഭാര്യമാർ ജീവിക്കും. പക്ഷെ ഭാര്യ മരിച്ചിട്ട് ഭർത്താവിന് ഒറ്റയ്ക്ക് ജീവിച്ചാൽ, എൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാൻ രാവിലെ എങ്ങനെ ഇറങ്ങിപ്പോകുന്നു എനിക്ക് അവളുണ്ടല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് കാരണം എൻ്റെ അപ്പം ഭയങ്കര ധൈര്യശാലിയായിരുന്നു, ഭയങ്കര ധൈര്യമായിരുന്നു. എന്നോ ധൈര്യമായിരുന്നു അറിയാവും. എന്നോ ധൈര്യം എന്ന് പറഞ്ഞാൽ ഇമ്മിണി ധൈര്യമല്ല. ഞാനിപ്പോൾ എനിക്ക് കുഞ്ഞിലെ ഓർമ്മയുണ്ട്, 100-150 പേര് ഒന്നിച്ച് ആക്രമിക്കാൻ വരുമ്പോൾ ഒറ്റയ്ക്ക് ഒരു കസേര ഇട്ട് ഒരു കൈക്കോലാടിയായിട്ട് ഇങ്ങനെ രായിക്കൊണ്ടിരുന്ന ഉപദേശിയാണ് എൻ്റെ അപ്പൻ. പോരെ, അന്നും കൊച്ചു ശുശ്രൂഷ. പക്ഷേ അന്തരം നിവൃത്തിയില്ല, ഇവർ അടിക്കുമെന്നുള്ള ചിന്ത വന്നപ്പം പതുക്കെ ഒറ്റയ്ക്ക് കസേര ഇട്ടിരുന്ന അത്ര ധൈര്യനായ ഒരു മനുഷ്യനായിരുന്നു. പേടിയെന്ന് പറയുന്നത് 7 അയലോക്കത്തിലായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ മരിച്ച പിന്നെ ഒറ്റയ്ക്ക് കട്ടിലേ കിടക്കാൻ പേടിയായിരുന്നു, ആരെങ്കിലും കൂട്ടുവേണമായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ധൈര്യം എന്ന് പറയുന്നത് ഭാര്യയാണ് എന്ന് മറക്കരുത്. തിരിച്ചുകൊണ്ടേ അപ്പം ഇവിടെയാണ് ഭാര്യ മരിച്ചു പോട്ടെന്ന് റാഹേൽ ആരുടെ കയ്യിലാണോ മരിക്കട്ടെന്ന് യാക്കോബ് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു പോയി? മരിച്ചുപോയി. അതുകൊണ്ടാണ് ജീവനും മരണവും എവിടെ ഇരിക്കുന്നത്? നാവിൻ്റെ അധികാരത്തിൽ. ഏതെങ്കിലും ഭർത്താവ് ഭാര്യയെ നോക്കി ചത്തുപോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പോയിട്ട് അത് ദൈവത്തോട് ഏറ്റു പറയണം. ഏതെങ്കിലും ഭാര്യമാർ ഭർത്താവിനെ നോക്കി നശിച്ചു പോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് എന്ത് ചെയ്യണം? ഏറ്റു പറയണം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനി ഇത് രണ്ടും ചെയ്യത്തില്ല. വേറെ കുറേ സഹോദരിമാരുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഞാനല്ല പ്രശ്നക്കാത്ത, ഞാനങ്ങ് തീർന്നാൽ ഈ പ്രശ്നം അങ്ങ് തീരട്ടെ എന്നങ്ങ് പറയും. അങ്ങനെയും പറയരുത്. ഞാനങ്ങ് തീർന്നു പോയാൽ എന്തോ ചെയ്യും പിള്ളേർ. അതുകൊണ്ട് പറയരുത്. ഞാനൊരു വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ വീടിൻ്റെ കോൺക്രീറ്റ് എല്ലാം ഇങ്ങനെ ഇളകി വരിക, പുത്തൻ വീട്. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്തോ പറ്റി? പറഞ്ഞു മണലിൻ്റെ കുഴപ്പം, മേസയുടെ കുഴപ്പം, കോൺട്രാക്റ്റിൻ്റെ കുഴപ്പം. കർത്താവിനോട് പറഞ്ഞു ഇതൊന്നുമല്ല. ആ വീട്ടിൽ ഇരുന്നിട്ട് ആ സ്ത്രീ എന്നും പറയും മുടിഞ്ഞ വീട്, നശിച്ച വീട്, കോൺക്രീറ്റ് പോലും താങ്ങാൻ വയ്യാതെ പതുക്കെ ഇളകിപ്പോരുക. മനസ്സിലാകുന്നുണ്ടല്ലോ? അതുകൊണ്ട് എല്ലാവരും പറയേണ്ടത് അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നമുക്ക് കിട്ടിയ അധികാരം ഇടിച്ചു കളയരുത്. പിന്നെ എന്ത് ചെയ്യണം? പണിയാനായിട്ട് ഉപയോഗിക്കണം. ഉറക്കെ പറഞ്ഞ് ഇടിച്ചു കളയരുത്. എന്ത് ചെയ്യണം? പണിയണം. പണിയാനാണ് കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത്, പൊളിക്കാനല്ല, പണിയാൻ വേണ്ടിയാണ്. പണിയാനുള്ള ശുശ്രൂഷയാണ്. അധികാരം തന്നിട്ടുള്ളതെല്ലാം പണിയാൻ വേണ്ടിയാണ്. കരമുയർത്തി ദൈവത്തോടെന്ന് പറഞ്ഞേ, കർത്താവേ ഞാൻ ഒരിക്കലും ഇടിച്ചു കളയുന്നത്, എൻ്റെ നാവ് എപ്പോഴും പണിയുന്ന നാവായിരിക്കണം, എൻ്റെ നാവ് എപ്പോഴും ബിൽഡ് ചെയ്യുന്ന നാവായിരിക്കണം. എനിക്ക് തന്ന അധികാരം കർത്താവേ അത് ആരെയും തകർക്കാനാകരുത്, എല്ലാവരെയും പണിയുന്ന അധികാരമായിരിക്കണം. നമുക്കൊരാളെ തകർക്കാനായിട്ട് ഭയങ്കര എളുപ്പം, ഈസിയാണ് ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലേ? എനിക്ക് ചിലരോടൊക്കെ ചെന്ന ഒരു വിഷയം പ്രാർത്ഥിക്കാൻ പറഞ്ഞ്, അച്ചായ ക്യാൻസറാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയും, അയ്യോ ക്യാൻസറാണോ, അയ്യോ എൻ്റെ കർത്താവേ ഞാൻ എന്നും പ്രാർത്ഥിക്കും ഈ രോഗം ആർക്കും വരരുതേ, എന്തൊരു കഷ്ടകാലം പിടിച്ച രോഗം, വരല്ലേ എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് നമ്മളെ നിരാശപ്പെടുത്തി കളയും. അവരോട് പറഞ്ഞാൽ നമ്മുടെ ഉള്ള ധൈര്യം കൂടെ എന്ത് ചെയ്തു പോകും? ചോർന്നു പോകും. എന്നാൽ എനിക്കറിയാവുന്നൊരു അച്ഛനുണ്ട്. അച്ഛൻ തൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നപ്പോൾ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മോളിയുടെ ക്യാൻസർ ചത്തുപോട്ടെ, മോള് ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഏതായാലും അത്ഭുതമാണ്, മോളിയുടെ ക്യാൻസർ ചത്തുപോയി, മോള് ജീവിച്ചു. ഇന്നും ആ മോളിയോട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഈ അച്ഛനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലും ആരെങ്കിലും വിഷയമായിട്ട് കിടപ്പുണ്ടെങ്കിൽ, ക്യാൻസറൊക്കെ ആണെങ്കിൽ പുള്ളി ഓടി വരും, ഒറ്റ പ്രാർത്ഥനയാണ്, പേര് പറഞ്ഞിട്ട് ആളുടെ ക്യാൻസർ ചത്തുപോട്ടെ, ആൾ ജീവിക്കട്ടെ. ഇതൊരു അധികാരമാണ്. നമുക്ക് കിട്ടിയ അധികാരം ഒരിക്കലും ഇടിച്ചു കളയാനല്ല, പണിയാനായിട്ട് ഉപയോഗിക്കണം. ഉറക്കെ പറഞ്ഞ് ഇടിച്ചു കളയരുത്, പിന്നെ എന്ത് ചെയ്യണം? പണിയണം. അങ്ങനെ 13-ാമത്തെ രോഗശാന്തി പ്രവചനപരമുണ്ട്. അത് സ്നേഹത്തിൽ ഓപ്പറേറ്റ് ചെയ്യുക, പരിജ്ഞാനത്തോടെ ചെയ്യുക. രണ്ടാമത്തെ കാര്യം ഇടിച്ചു കളയാനല്ല, പിന്നെന്തിനാണ്? പണിയാനായിട്ടാണ്. എല്ലാവരും ഉറക്കെ പറഞ്ഞ് ഇടിച്ചു കളയാനല്ല, എന്ത്? പണിയാനാണ്. ഇടിച്ചു കളയരുത്, പിന്നെ എന്ത് ചെയ്യണം? പണിയണം. ഉറക്കെ പറഞ്ഞ് ഇടിച്ചു കളയരുത്, പണിയണം. 2, രോഗശാന്തിയുടെ വരമുണ്ട്. രോഗശാന്തി വരമുണ്ട്. എന്തുകൊണ്ട് രോഗശാന്തി വരമുണ്ട് എന്ന് വേദവസം പഠിപ്പിക്കുന്നു. കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവറി കുരിശിൽ നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ അവിടെ ഒരു കൈമാറ്റം നടക്കുകയാണ്. നമ്മുടെ പാപം ശിക്ഷ അവിടുത്തെ മേലായി, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അവിടുത്തെ ഇവിടെ മേലായി.
നമ്മുടെ രോഗത്തിൻ്റെ സൗഖ്യം കർത്താവിൻ്റെ അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് എന്ത് വന്നുമിരിക്കുന്നു? സൗഖ്യം വന്നുമിരിക്കുന്നു. എന്തുകൊണ്ടാണ് സൗഖ്യം ഉണ്ട് എന്ന് പറയുന്നത്? വായിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 50. രോഗശാന്തി ഇന്ന് സഭകളിൽ ഏറ്റവും ആവശ്യമായിട്ട് എക്സസൈസ് ചെയ്യപ്പെടേണ്ട ഒരു വചനമായിട്ടാണ്, ഒരു ഗിഫ്റ്റായിട്ട് ദൈവാത്മാവ് എന്നെ പഠിപ്പിക്കുന്നു. കാരണം യെശയ്യാവിൻ്റെ പ്രവചനം 53-ാമത് അധ്യായം ദിവസം തുറന്നു വെച്ച് നോക്കുക. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാമത്തെ അധ്യായം. 53-ാമത്തെ അധ്യായത്തിലാണ് മശിഹയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ കൃത്യമായിട്ട് പറയുകയാണ്. 53-ാം അധ്യായം അവിടെ പറയുന്നു, ഞാൻ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അടുത്ത വാക്യം, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർ മുളയ്ക്കുന്ന പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗശീലിച്ചവനായിരുന്നു. അവനെ അടിച്ച് നിർണ്ണിപ്പിച്ചു വരുന്നു. നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റു, നമ്മുടെ സമാധാന ശിക്ഷ അവൻ്റെ മേലായി. അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുവരിക്കുന്നു. അപ്പോൾ അവിടെ 2-ാം അധ്യായത്തിൽ കാണുന്നു, അവൻ ഇളയ തൈ പോലെ വരണ്ട നിലത്തുനിന്ന് മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അപ്പോൾ ഇതൊരു വൃക്ഷവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. അവന് ഇളയ തൈ പോലെയും, ആ വാക്യം എല്ലാവരും ചേർന്ന് പറഞ്ഞ് 2-ാം വാക്യം, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർ വിളയ്ക്കുന്ന പോലെയും അവൻ്റെ മുമ്പാകെ വളരും. ഇവനെ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക എന്തില്ല? സൗന്ദര്യമില്ല. ഇത് ആരെക്കുറിച്ചുള്ള പ്രവചനമാണ്? 53-ാം അധ്യായം യേശു കർത്താവിനെക്കുറിച്ച് ക്രിസ്തുവിന് വർഷങ്ങൾക്ക് മുമ്പ് 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിക്കുകയാണ്. അപ്പോൾ അവൻ കണ്ടാൽ കോമളത്വമില്ല, ഒരു വൃക്ഷം പോലെ വളരും. അപ്പോൾ വൃക്ഷമായിട്ട് ഉപമിച്ച് അവിടെ പറയുമ്പോൾ എനിക്കൊരു ചെറിയ അറിവ് ഒരു ബൈബിൾ സ്റ്റഡി ക്ലാസ്സിൽ നിന്ന് കിട്ടി. ഹൃദ്യമായിട്ട് തോന്നി, ഹൃദയസ്പർശിയായിട്ട് തോന്നി, ഐ ഓപ്പണിംഗ് ആയിട്ട് തോന്നി. ഇത്രയുമുള്ള ചെറിയൊരു അറിവ്. വേദപുസ്തകത്തിലെ ഒരു വലിയ തൈലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഗിലെയാദിൽ എന്തുണ്ട്? സുഗന്ധ തൈലമുണ്ട്. ഗിലെയാദിൽ എന്തുണ്ട്? സുഗന്ധ തൈലമുണ്ട്. ഗിലെയാദിൽ വൈദ്യനുണ്ട്. അപ്പോൾ ഈ തൈലം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒരു ദൈവദാസൻ ഒരു ബൈബിൾ സ്റ്റഡിയിൽ എടുക്കുന്നത് കേട്ടു. തൈലം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് പോലും. അതായത് ഈ ദേവദാരു വൃക്ഷത്തിൻ്റെ കറയൂടെ എടുത്തിട്ടാണ് അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ കറ കിട്ടുന്നത്? ഈ ദേവദാരു ഇങ്ങനെ വളർന്ന് വലുതായിട്ട് വനം മുട്ട വളരുമ്പോൾ ഇതിൻ്റെ തോടിന് ഭയങ്കര കട്ടിയാണ്. അതുകൊണ്ട് കറയെടുക്കാൻ പാടാണ്. അപ്പോൾ അവിടെ എന്തടിക്കുമെന്നറിയാമോ? കാറ്റടിക്കും. വടക്കം കാറ്റടിച്ചാൽ ഈ തടി എങ്ങോട്ട് പോകും? തെക്കോട്ട് പോകും. തെക്കൻ കാറ്റടിച്ചാൽ ഈ തടി എങ്ങോട്ട് പോകും? വടക്കോട്ട് പോകും. എന്നാൽ നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്, വടതിക്കാറ്റേ നല്ല തെന്നിക്കാറ്റേ പ്രിയം തോട്ടത്തെ നിൽക്കുന്ന നടുതലകളിൽ മേൽ അടിച്ചുലയണം. അപ്പോൾ വടക്കും കാറ്റും തെന്നിക്കാറ്റും കൂടെ ഒരേപോലെ വരുമ്പോൾ ഈ വർഷം തെക്കോട്ടും മറ്റോട്ടും പോകാതെ ചുറ്റിയടിക്കും. കാരണം വടക്കുന്നും കാറ്റ് വന്നു, തെക്കുന്നും കാറ്റ് വന്നു. അങ്ങനെ ഒരു പാട്ടും പാടാറുണ്ട്. വടതിക്കാറ്റ് നല്ല തെന്നിക്കാറ്റ് പ്രിയം തോട്ടത്തെ നിൽക്കുന്ന നടുതലകളിൽ മേൽ അടിച്ച് ഉലയണം. അതിങ്ങനെ ഉലയുമ്പോൾ എന്തോ പറ്റുമെന്നറിയാമോ? ഇതിൻ്റെ തോട് പൊട്ടും. ഒലയുമ്പോൾ ഈ തോട് പൊട്ടുമ്പോൾ ഒരു കറ വരും. ആ കറയുടെ അടുത്താണ് ഗിലെയാദിൽ സുഗന്ധതൈലം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു തൈ ഇങ്ങനെ മുളച്ചു വന്നു. ഈ മുളച്ചു വന്ന തൈയുടെ പുറന്തോട് പൊട്ടി ഗബ്ബത മുതൽ ഗോൽഗോത്ത വരെ അവിടുത്തെ തോട് പൊട്ടിയപ്പോൾ റോമൻ ചാട്ടകൾ കൊണ്ട് അടിച്ചപ്പോൾ ആ പുറന്തോട് പൊട്ടിയിട്ട് ചോര ഒലിക്കാൻ തുടങ്ങി. അടിപ്പിണരുകളാൽ ആ കറ ഒരു ദേവദാരുവിൻ്റെ തോട് പൊട്ടുമ്പോൾ കറ വരുന്നത് പോലെ കർത്താവായ യേശു എന്ന ഇളയ തൈയുടെ തോല് പിലാത്തോസിൻ്റെ ഗബ്ബതായി വെച്ച് റോമൻ ചാട്ടകൾ കൊണ്ട് അടിച്ചപ്പോൾ പൊട്ടിത്തകർന്നു. അത് വിണ്ടുകീറിയിട്ട് അവിടുന്ന് വന്ന ഒരു കറയുണ്ട്. അത് യേശുവിൻ്റെ രക്തമാണ്. ആ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ദൈവസഭയ്ക്കകത്ത് രോഗശാന്തി വരമുണ്ട്. അത്ഭുത രോഗശാന്തിക്ക് വേണ്ടി ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. കർത്താവിനോട് ഇത് കുറേ നാളുകളായി പറയാൻ തുടങ്ങി. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഞാൻ ഇങ്ങോട്ട് തോരുന്നതിൻ്റെ തൊട്ട് തലേ രാത്രി എനിക്കുണ്ടായ വലിയൊരു അനുഭവമുണ്ട്. എന്നോട് കർത്താവ് പറഞ്ഞു, കുഞ്ഞുങ്ങളുമായിട്ടിരിക്കണം. അങ്ങനെ ഒരു 100ഓളം കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ഇന്ന് രാവിലെ അബുദാബിയിലും പറഞ്ഞ കാര്യമുണ്ട്. വിളിച്ചിരുത്തിയിട്ട്
പ്രാർത്ഥിക്കാൻ തുടങ്ങി. മറ്റൊന്നുമല്ല, എല്ലാവരും ആത്മസ്നാനം പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ചു. 25ഓളം കുഞ്ഞുങ്ങൾ അന്യഭാഷ അടയാളത്തോടെ ആത്മസ്നാനം പ്രാപിച്ചു. കുറേ രാത്രി 12 മണി വരെ. എന്നിട്ട് അവരെ എല്ലാം അവിടെ തന്നെ കിടത്തി. രാവിലെ ഒന്നുകൂടെ എഴുന്നേൽപ്പിച്ച് പിള്ളേരെ പ്രാർത്ഥിപ്പിച്ചിട്ട് യോഗത്തിന് കയറി. ഒന്നും ചെയ്തില്ല. പതിവിന് വിരുദ്ധമായി ഈ കുഞ്ഞുങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾ നിർത്താതെ ആരാധിച്ചു. അന്നൊരു പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ഒരു അമ്മ ആദ്യമായിട്ട് യോഗത്തിന് വന്നു. അവിടെ ഒരു കൈ സ്ട്രോക്ക് വന്ന് കൈ പൊക്കാതിരിക്കുകയാണ്. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ആരാധിച്ചപ്പോൾ ഈ അമ്മയുടെ കരിക്ക് അവർ ചാടി തുള്ളി എഴുന്നേറ്റ് യോഗത്തിന് സാക്ഷ്യം പറഞ്ഞു. അവർ ഏതാണ്ടൊക്കെ ഒത്തിരി മദർ തെരേസ അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള ഒരു സഹോദരിയാണ്, ഒരു സോഷ്യൽ വർക്കറാണ്. പക്ഷേ എൻ്റെ ദൈവത്തിന് ഈ കുഞ്ഞുങ്ങൾ ആരാധിച്ചപ്പോൾ അവിടെ സൗഖ്യം വ്യാപരിച്ചെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവസഭയ്ക്കകത്ത് രോഗശാന്തി നടക്കണം. എന്തുകൊണ്ട് രോഗശാന്തി നടക്കണം? എൻ്റെ അപ്പൻ നമുക്ക് തന്ന അവകാശമാണ് ദൈവിക രോഗസൗഖ്യം എന്നുള്ളത്. വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ട്. ദൈവസഭയ്ക്കകത്ത് രോഗശാന്തി വരങ്ങൾ ഉണ്ടാകണം. അത് പരിജ്ഞാനത്തോടെയും ആത്മീയ അധികാരത്തോടെയും സ്നേഹത്തോടെയും കൈകാര്യം ചെയ്യപ്പെടണം. കാരണം ദൈവസഭ എങ്ങനെയാണ് വളർന്നത്? ഉപദേശത്തിലൂടെയാണെന്ന് ചോദിച്ചാൽ ഉപദേശത്തിലൂടെയാണ്. എന്നാൽ ഉപദേശം കേൾക്കാൻ ഒരാൾ വന്ന എങ്ങനെ? പലപ്പോഴും ഇതാണ് വലിയൊരു പ്രശ്നം. ദൈവസഭയുടെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഘടകം പ്രസംഗമായിരുന്നു. കാരണം പ്രസംഗിക്കാതെ ആര് കേൾക്കും എന്ന് റോമാലേഖനത്തിൽ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇനിയുമുള്ള കാലങ്ങൾ നമുക്ക് പ്രസംഗിക്കാൻ പാട് വരും. കാരണം പ്രസംഗിക്കാനുള്ള വേദികൾ വേണ്ടേ, അവസരങ്ങൾ വേണ്ടേ, കയറാൻ പോകണ്ടേ, വരണ്ടേ, ഇതിനൊക്കെ റെസ്ട്രിക്ഷൻസ് വരും. അപ്പോഴും ദൈവസഭ പണിയപ്പെടും. എങ്ങനെ പണിയപ്പെടും? ഞാൻ വിശ്വസിക്കുന്നുണ്ട്, വരങ്ങളിലൂടെ പണിയപ്പെടും. വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും ഇന്ന് പകൽ ദൈവത്തോട് പറഞ്ഞ്, കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ ദൈവിക രോഗസൗഖ്യങ്ങൾ, ദൈവിക കൃപാവരങ്ങൾ വെളിപ്പെടാൻ എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ച് കൃപാവരങ്ങൾക്ക് വേണ്ടി എല്ലാവരും അടിയന്തരമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകണം. അന്ന് ഈ ശരിക്കും പറഞ്ഞാൽ വരങ്ങളിലൂടെയാണ് ദൈവസഭ പല കാലങ്ങളിലും വളർന്നുകൊണ്ടിരുന്നത്. എങ്ങനെ വളർന്നു? വരങ്ങളിലൂടെ ദൈവസഭ വളരാനായിട്ട് തുടങ്ങി. പണ്ടൊരു ചേച്ചി, ഈ നമ്മളീ പലരും ഇപ്പം കുക്ക് ചെയ്യാനായിട്ട് പലർക്കും അറിയത്തില്ല. മിക്കവരും യൂട്യൂബ് തുറന്ന് വെച്ച് എന്താ മേരീസ് ആരുടെയൊക്കെ കറി വേൾഡ് ഇല്ല, വീണായോ ആരുടെയോ അങ്ങനെയൊക്കെ കറി വേൾഡൊക്കെ കേട്ടോണ്ടാണ് കുക്ക് ചെയ്യുന്നത്. അത് ഇവിടെ അത് ഇങ്ങനെ തുറന്ന് വെച്ച് കുക്ക് ചെയ്യണം. അങ്ങനെ ഒരു ചേച്ചി കുക്കറി ഷോ എടുക്കുകയാണ്. കുക്കറി ക്ലാസ് എടുത്തു. എങ്ങനെ കറി വെക്കാം, മൊയിൽ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു. വിദഗ്ധമായ ക്ലാസ്, അടിപൊളിയായിട്ട് കറിയെല്ലാം വെക്കാൻ പഠിപ്പിച്ചു. കറിയുടെ ക്ലാസ്സിൻ്റെ ഒടുവിൽ ഒരു പാവൻ ചേച്ചി എഴുന്നേറ്റ് ചോദിച്ചു, ചേച്ചി കറി വെക്കാൻ പഠിപ്പിച്ചു, മുയലിനെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. മുയലിനെ പിടിക്കാതെ ഒരിക്കലും എന്ത് വെക്കാൻ ഒക്കത്തില്ല, മുയലിനെ കറി വെക്കാനൊക്കെ ഇല്ല. അപ്പോൾ ഈ മുയലിനെ പിടിക്കണ്ടേ? ഇനിയും ദൈവിക വരങ്ങളിലൂടെ പ്രസംഗിക്കാൻ നമ്മളെ അനുവദിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, വരങ്ങൾ വെളിപ്പെട്ടതിലൂടെ ദൈവസഭ വളരാൻ തുടങ്ങുക. അതിനുവേണ്ടി ദൈവിക രോഗസൗഖ്യങ്ങൾ, അത്ഭുതകരമായ വിടുതലുകൾ നമ്മുടെ ഇടയിൽ നടന്നേ ഒക്കത്തുള്ളൂ. അതിനുവേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിച്ചാട്ട് കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ദൈവിക രോഗശാന്തി നടക്കണം. അന്ന് ഒരു രോഗി വന്നാൽ എങ്ങനെയാണ് കയറി അക്സസ് കിട്ടിയെന്നറിയാമോ? എവിടെയെങ്കിലും രോഗിയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പോയി അങ്ങ് ഇരിക്കോ, എന്നിട്ട് അങ്ങോട്ട് പാടാൻ തുടങ്ങും. എന്താണ്? രോഗികൾക്ക് നല്ല വൈദ്യനാകും യേശുദാൻ, തൻ്റെ പാദപീഠം എൻ്റെ വൈദ്യശാലയാ, അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. മുട്ട് കുത്തി നിന്ന് ഈ പാട്ട് പാടി 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 തളർന്നു കിടക്കുന്നവനെ എഴുന്നേൽപ്പിച്ചു. മരിക്കാൻ കിടക്കുന്നവനെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെയാണ് ദൈവസഭ വളർന്നതെങ്കിൽ ഈ അന്ത്യകാലത്ത് നീതി സൂര്യൻ രോഗോപശാന്തിയോടെ വെളിപ്പെടുമ്പോൾ അത്ഭുത രോഗസൗഖ്യങ്ങൾ ദൈവസഭയ്ക്ക് ഉണ്ടാകട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഇന്ന് പകലിലൊന്ന് പ്രാർത്ഥിച്ച് ഈ ആരാധനയിൽ ദൈവിക രോഗസൗഖ്യം ഉണ്ടാകട്ടെ. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ പാടുക, തൻ്റെ പാദപീഠം എൻ്റെ വൈദ്യശാല, അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. കരമുയർത്തി പാടിക്കുക. പാട്ടാർക്കെങ്കിലും അറിയാമോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ പാട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? തൻ്റെ പാദപീഠമെൻ്റെ വൈദ്യശാലയാ, തൻ്റെ പാദപീഠമെൻ്റെ വൈദ്യശാലയാ, അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി, അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. തൻ്റെ പാദപീഠമെൻ്റെ വൈദ്യശാലയാ, തൻ്റെ പാദപീഠമെൻ്റെ വൈദ്യശാലയാ, അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി, അതിലുണ്ടനേകം
ഔഷധങ്ങൾ രോഗശാന്തിക്കാൻ. രോഗികൾക്കു നല്ല വൈദ്യൻ ആകുമേശു താൻ. രോഗികൾക്കു നല്ല വൈദ്യൻ ആകുമേശു താൻ. പല രോഗികൾ തന്നാമത്തിൽ ആശ്വാസം പ്രാപിച്ചു. പല രോഗികൾ തന്നാമത്തിൽ ആശ്വാസം പ്രാപിച്ചു. വിശ്വാസത്തോടെ തൻ്റെ പാദ പീഠമെൻ്റെ വൈദ്യശാലയാ. തൻ്റെ പാദ പീഠമെൻ്റെ വൈദ്യശാലയാ. അതിലുണ്ടനേകം രോഗശാന്തിക്കാൻ. അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കാൻ. തൻ്റെ പാദ പീഠമെൻ്റെ വൈദ്യശാലയാ. തൻ്റെ പാദ പീഠമെൻ്റെ വൈദ്യശാലയാ. അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കാൻ. അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കാൻ. അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കാൻ. അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കാൻ. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് അധികാരത്തോടെ പറയാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. എൻ്റെ അടുത്തുള്ള ഒരു സഹോദരി, കൊച്ചു പെൺകുട്ടി, അവൾ ക്യാൻസർ വന്ന് മരിക്കുകയാണ്. ഒരു പാസ്റ്റർ ഭാര്യ. മരണത്തിൻ്റെ തലേ രാത്രി ആ കുട്ടി തൻ്റെ അമ്മയോട് ഒറ്റ ആവശ്യം പറഞ്ഞു, അമ്മ ഞാൻ അടുത്ത ദിവസം ഉണ്ടോന്ന് അറിയത്തില്ല, എൻ്റെ സമയമെടുത്തു, പക്ഷേ എൻ്റെ അമ്മ എനിക്കൊരു വാക്ക് തരണം. നാളെ എൻ്റെ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ സംസ്കാര അടക്ക ശുശ്രൂഷ നടക്കുമ്പോൾ എൻ്റെ അമ്മ എഴുന്നേറ്റ് ഒറ്റ കാര്യം പറയണം, എൻ്റെ മോൾ രോഗം വന്ന് മരിച്ചു, പക്ഷേ അപ്പോഴും ഞങ്ങളുടെ യേശു സൗഖ്യമാക്കുന്ന യേശുവാണെന്ന്. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവസഭയ്ക്ക് ഒരു അധികാരമുണ്ട്, രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ഇന്ന് രാത്രി ഈ പകലിൽ നിന്ന് പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. അവൻ്റെ ആട്ടിപ്പിണരുകളാൽ സൗഖ്യം വന്നും ഇരിക്കുന്നു. രോഗശാന്തി വരം ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. രോഗങ്ങൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന വൈദ്യനെ ഉണ്ട് നമുക്ക്. അത് ഗിലെയാദിലൊരു വൈദ്യനാണ്. അവിടുത്തെ കയ്യിലൊരു സുഗന്ധക്കൂട്ടുണ്ട്, ഒരു തൈലക്കൂട്ടുണ്ട്. അതിനകത്തുള്ള ഇൻഗ്രീഡിയൻ്റ് പ്രിയപ്പെട്ടവരെ ദേവദാരുവിൻ്റെ കറയല്ല, തൻ്റെ സ്വന്തം കുമാരൻ്റെ ചുടു തങ്ക ചിണമാണ്. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാണ്ട പുണ്യാഹ രക്ത യേശുവിൻ നാമത്തിൽ ഇന്ന് പകല ദൈവിക വിടുതലുണ്ടാകട്ടെ. വിശ്വസിക്കുന്നവരൊക്കെ അതിനം തുറന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കേ. അന്ത്യകാലത്ത് ദൈവിക രോഗശാന്തികൾ, ശുശ്രൂഷകൾ, വരങ്ങൾ അത് ഇന്നലകൾ നടന്നെങ്കിൽ എൻ്റെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അന്യായ ദൈവ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. പത്രോസിന്റെ ലേഖന, അവൻ്റെ ആട്ടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കാണ്. അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. സങ്കീർത്തനം 107. അവർ മരണവാതിലോട് സമീപിച്ചു, സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയെങ്കിൽ യേശുവിൻ നാമത്തിൽ ദൈവിക കൃപാവരങ്ങൾ, രോഗശാന്തികൾ യേശു സഭയ്ക്ക് അകത്ത് വെളിപ്പെടട്ടെ. വ്യക്തമായ സൗഖ്യങ്ങൾ, ഊഹാപോഹങ്ങളല്ല, ദൈവിക രോഗസൗഖ്യങ്ങളിലൂടെ ദൈവരാജ്യം പണിയപ്പെടട്ടെ. ദൈവരാജ്യം പണിയപ്പെട്ട് ഞാൻ നിനക്ക് രോഗസൗഖ്യവും ആരോഗ്യം വരുത്തുവെന്ന് വിശുദ്ധ വചനം പറയുന്നു. വിശുദ്ധ വചനം പറയുന്നു. അങ്ങനെ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്. അവരിങ്ങനെ നടന്നുപോയി അപ്പോൾ ഒരു സ്ഥലത്തെത്തി. ആ സ്ഥലത്തിലെ വെള്ളം മാറയായിരുന്നു, കയ്പായിരുന്നു. കയ്പായിരുന്നത് കൊണ്ട് അവർ ആ സ്ഥലത്തിന് എന്തെന്ന് പേരിട്ടു? മാറ എന്ന് പേരിട്ടു. അപ്പോൾ എന്തോ വേണം, കരഞ്ഞപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നീ ഒരു വൃക്ഷത്തിന്റെ കമ്പ് വെട്ടി എവിടെ കൊണ്ടിടാൻ പറഞ്ഞു? അവിടെ വെള്ളത്തിൽ കൊണ്ടിടാൻ പറഞ്ഞു. വൃക്ഷത്തിന്റെ കമ്പ് വെട്ടി ഇട്ടപ്പോൾ മാറ എന്തായി മാറി? മധുരമായി. അവർ ആ സ്ഥലത്തിന് എന്തെന്ന് പേരിട്ടു?
പേരിട്ടു യഹോവ റാഫ, അവൻ എന്നെ സൗഖ്യമാക്കും. എന്താണ് മരത്തിന്മേൽ മരത്തിന്റെ കമ്പിട്ടത്? ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാണ്. അത് അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി കുരിശിൽ പിടഞ്ഞ് മരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആ വൃക്ഷത്തിന്റെ കമ്പ് നമ്മുടെ സൗഖ്യമാണ്. കാൽവറി കുരിശിൽ ഉയർത്തപ്പെട്ട വൃക്ഷത്തിന്റെ കമ്പ്, അത് പുറപ്പാട് പുസ്തകത്തിൽ കമ്പ് വെട്ടിയിട്ടപ്പോൾ വെള്ളം മധുരമായെങ്കിൽ മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ ഇരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വിലക്കി വാങ്ങിയെങ്കിൽ ഇന്ന് പകൽ ദൈവിക രോഗസൗഖ്യങ്ങൾ ഇതിനകത്ത് നടക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ എത്ര പേർ വിശ്വാസത്തോടെ സ്വീകരിക്കും? ഞാൻ നിനക്ക് രോഗസൗഖ്യവും ആരോഗ്യം വരുത്തും. ഞാൻ നിനക്ക് അവർക്ക് വരുത്തിയ വ്യാധികൾ നിനക്ക് വരത്തില്ല. ഞാൻ യഹോവ റാഫയാകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവേ, ഞങ്ങളുടെ നടുവിൽ രോഗശാന്തി വ്യാപരിക്കട്ടെ. രോഗശാന്തി മാത്രമല്ല, രോഗശാന്തി ശുശ്രൂഷകർ എഴുന്നേൽക്കുവാൻ ഇന്ന് കർത്താവെ അങ്ങ് ഇടയാക്കണമേ. അന്യം നിന്നൊന്ന് കരുതുന്ന ദൈവിക രോഗശാന്തികൾ വിശ്വാസത്തോടെ സ്നേഹത്തോടെ ദൈവരാജ്യത്തിന് വേണ്ടി വ്യാപാരം ചെയ്യുന്ന ശക്തരായ കുഞ്ഞുങ്ങൾ ഇതിനകത്തുനിന്ന് എഴുന്നേക്കാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അന്ത്യകാലത്ത് അത് ഉണ്ടായ ഒക്കത്തുള്ളൂ. കർത്താവെ, എന്നെ തൊടണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് വ്യക്തമായ രോഗസൗഖ്യങ്ങൾ, വ്യക്തമായ രോഗസൗഖ്യങ്ങൾ കർത്താവെ ഞങ്ങളുടെ നടുവിൽ ചെയ്യണമേ. രോഗികൾക്കു നല്ല വൈദ്യൻ ആകുമേശു താൻ, രോഗികൾക്കു ആകുമേശു താൻ. പല രോഗികൾ തന്നാമത്തില ശ്വാസം പ്രാപിച്ചു, പല രോഗികൾ തന്നാമത്തില ശ്വാസം പ്രാപിച്ചു. തൻ്റെ പാദപീഠമെൻ്റെ വൈദ്യശാലയാ, തൻ്റെ പാദപീഠമെൻ്റെ വൈദ്യശാലയാ. അതിലുണ്ടനേക ഔഷധങ്ങൾ രോഗശാന്തി, ആദിയിലുണ്ടനേക ഔഷധങ്ങൾ രോഗശാന്തിക്കാൻ. തൻ്റെ പാദപീഠമെൻ്റെ വൈദ്യശാലയാ, തൻ്റെ പാദപീഠമെൻ്റെ വൈദ്യശാലയാ. ആദിയിലുണ്ടനേക ഔഷധങ്ങൾ രോഗശാന്തിക്കാൻ, ആദിയിലുണ്ടനേക ഔഷധങ്ങൾ രോഗശാന്തിക്കാൻ. തൻ്റെ ഈ പാദപീഠത്തിലോട്ട്, കർത്താവിൻ്റെ പാദപീഠത്തിലോട്ട് വിശ്വാസത്തോട് അടുത്ത് വന്ന് പറ, കർത്താവേ, നിന്റെ കയ്യിൽ ആ സുഗന്ധക്കൂട്ടുണ്ടല്ലോ, ആ സുഗന്ധക്കൂട്ട് ഇന്ന് പകൽ എൻ്റെ ശിരസിന്മേൽ ഒഴിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ജീവൻ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. എല്ലാ ഈ മരണത്തിന്റെ താഴ്വരകളെ ഞങ്ങളിന്ന് പകൽ വിശ്വാസത്തോടെ ശാസിക്കുകയാണ്. മരണ നിഴലിന്റെ താഴ്വര, even though you walk through the valley of shadow of death എന്ന് പറയുന്ന ദൈവവചനത്തിന്റെ ശക്തി കർത്താവേ അങ്ങയുടെ മക്കളുടെ നടുവിൽ വ്യാപരിക്കണമേ. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അട്ടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു കർത്താവേ. ഇന്ന് പകലിൽ ആ വചനത്തിന്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ വരണമേ, എൻ്റെ ജീവിതത്തെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം ദൈവസന്നിധി എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ, ഇന്ന് എനിക്ക് രോഗസൗഖ്യം വേണം, ഇന്ന് എനിക്ക് രോഗസൗഖ്യം വേണം. ഇവിടെ മാത്രമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ അങ്ങ് ദൂരെ പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ദൂരെ പ്രവർത്തിപ്പാൻ കഴിവുള്ള കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. ഒരു വ്യക്തി പറയുകയാണ്, എൻ്റെ കുഞ്ഞിന് അസുഖമാണ്, വന്ന് പ്രാർത്ഥിക്കണമേ. കർത്താവിനോട് പറയുന്നുണ്ട്, നീ പൊയ്ക്കോ, നിന്റെ കുഞ്ഞിന് സൗഖ്യം വന്നിരിക്കുന്നു. അവർ അങ്ങ് നടന്നുപോയി. അങ്ങ് നടന്നു ചെന്നപ്പോൾ അവരുടെ ബാല്യക്കാർ വഴി പറയുന്നു, നിന്റെ കുഞ്ഞിന് സൗഖ്യമായി. എപ്പോഴാ സൗഖ്യമായി ചോദിച്ചാൽ പറയുന്നു, നീ പറഞ്ഞ സമയം തന്നെ എന്ന് അവൻ അറിഞ്ഞെങ്കിൽ ഇവിടെ മാത്രമല്ല, ദൂരെ ഇരിക്കുന്ന വ്യക്തികളെ പോലും തൊടാൻ കഴിയുന്ന നമ്മുടെ കർത്താവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും പ്രവർത്തിക്കാതെ പ്രവർത്തിക്കുന്ന ദൈവം, ആരും തൊടാതെ കർത്താവൻ തൊടുന്ന ദൈവമാണ്. ഒരിക്കലൂടെ വിശ്വാസത്തോടെ നമുക്ക് ആ ലൈനുകളൊന്ന് ചേർന്ന് പാടാം. കരം ഉയർത്തി പ്രാടിക്കേ. തൻ്റെ പാദപീഠമെൻ്റെ വൈദ്യശാലയാ. കർത്താവേ, തൻ്റെ പാദപീഠമെൻ്റെ വൈദ്യശാലയാ. ആദിയിലുണ്ടനേക ഔഷധങ്ങൾ രോഗശാന്തിക്കാൻ. ആദിയിലുണ്ടനേക ഔഷധങ്ങൾ. ഞങ്ങളെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. വചനം അയച്ചു വിടുവിക്കുന്നു. രോഗസൗഖ്യവും ആരോഗ്യം വരുത്തുന്നു. പാപസംബന്ധം വരിച്ച് നീ ജീവിക്കേണ്ടത് പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് അങ്ങനെ വചനം പറയുന്നത് കൊണ്ട് ഞങ്ങളുടെ നടുവിൽ രോഗസൗഖ്യം ഉണ്ടാകട്ടെ.
ആ വരങ്ങൾ വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. ഇന്ന് പകൽ മരണത്തെ ഞങ്ങൾ ശാസിക്കുന്നു, മരണത്തെ ഞങ്ങൾ ശാസിക്കുന്നു, മരണത്തെ ഞങ്ങൾ ശാസിക്കുന്നു. ജീവനെ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞ ജീവ യൗവനം കഴുകനെ പോലെ പുതുകി വരുന്ന ജീവൻ, ഞാൻ മരിക്കയില്ല, ജീവനോട് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്നുള്ള വിശുദ്ധ വചനത്തിന്റെ ജീവൻ അങ്ങനെ മക്കളുടെ നടുവിൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക്. അപ്പോൾ രോഗസൗഖ്യത്തിനുള്ള രോഗശാന്തിയുടെ വര, പ്രവചനത്തിന്റെ വര, വേഗത്തിൽ ഒറ്റ വാക്യം കൂടെ ചിന്തിക്കുക സമയത്തിന്റെ പരിമിതിയിൽ. 13-ാമത്തെ സ്നേഹത്തെ കുറിച്ച് പറയുകയാണ്. 4-ാമത്തെ വാക്യം, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നു. 13-4 സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല. അടുത്തൊരു വാക്യം, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഉറക്കെ പറഞ്ഞേ, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ലവ് ഈസ് നോട്ട് സെൽഫിഷ്. സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. എന്താണ് സ്വാർത്ഥം? സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് മനസ്സിലാക്കുന്നത് ഈ സ്വാർത്ഥതയുടെ ഏറ്റവും വലിയ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, സ്വാർത്ഥത ചിന്തിക്കുന്ന എവിടെ പോയാലും എങ്ങനെ പോയാലും എന്ത് ചെയ്താലും വാട്ട് ഐ ഗെറ്റ്, എനിക്കിതിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ളതാണ് സ്വാർത്ഥതയുടെ ലക്ഷ്യം. നമ്മൾ ഈ സ്നേഹത്തിന് പല തലങ്ങളുണ്ട്. എന്നാലും ഒരു സ്ത്രീ പുരുഷ ആ ഒരു അതും ശരിക്കും പറയും, ഈ ഭൂമി ചലിക്കുന്ന പോലും സ്നേഹത്തിൻ്റെ ഒരു ക്ലോക്കിൽ കിടന്നുകൊണ്ടല്ലേ. അപ്പോൾ എങ്ങനെ ഈ സ്നേഹം സ്പ്രൗട്ട് ചെയ്യുന്നത്? ഒരു വ്യക്തിയോട് ഏത് തരത്തിലുള്ള വ്യക്തിയാണെങ്കിലും നമുക്ക് മനസ്സിലാകുന്ന ഉദാഹരണം പറയാം. ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയെ കാണുമ്പോഴോ, ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയെ കാണുമ്പോഴോ ഒരു സ്നേഹം തോന്നാൻ കാര്യം എന്താ? ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ടോ? ആ വ്യക്തിയോട് നമുക്ക് എന്ത് തോന്നി? അട്രാക്ഷൻ തോന്നി. ലവ് വാസ് അട്രാക്ഷൻ. അത് തെറ്റൊന്നുമല്ല, സ്വാഭാവികമായ ഒരു മാനുഷികമായ ജൈവികമായ ഒരു പ്രതികരണം. ലവ് വാസ് അട്രാക്ഷൻ. ആ വ്യക്തിയോട് നമുക്ക് സ്നേഹം തോന്നി, അത് ഒരു അട്രാക്ഷൻ തോന്നി. അതാണ് സ്നേഹത്തിൻ്റെ ആദ്യത്തെ കാര്യം. ദൈവത്തോട് നമുക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്, ലവ് വാസ് അട്രാക്ഷൻ. ഈ ദൈവത്തെ കൊള്ളാം എന്നൊരു ചിന്ത, കൊള്ളാമല്ലോ, ഈ ദൈവം നല്ല ദൈവം, നമുക്ക് വേണ്ടി മരിച്ച ദൈവം, നമുക്ക് സൗഖ്യം തരുന്ന ദൈവം, നമുക്ക് ആ ദൈവത്തെ കൊള്ളാമെന്നൊരു തോന്നൽ, ലവ് ആസ് അട്രാക്ഷൻ. എന്നാൽ അത് ലോവർ ലെവൽ ഓഫ് ലവ് ആണ്. അവിടം കൊണ്ട് ആ സ്നേഹം ഉയർന്നില്ലെങ്കിൽ അത് അപകടകരമായിട്ട് മാറും. അടുത്ത ലെവൽ എന്താ വരുന്നറിയാമോ? ആ വ്യക്തി എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്നു. നമ്മൾ വിവാഹത്തിനൊക്കെ പെണ്ണ് കാണാനൊക്കെ പോയിട്ട് വരുമ്പോൾ വീട്ടുകാർ പറയുന്നൊരു കാര്യമുണ്ട്, കൊള്ളാം, നിനക്ക് പറ്റിയ ഒരു പെൺകുട്ടിയാണ്, അല്ലെ പെൺകുട്ടി പറയും നിനക്ക് പറ്റിയ ചെറുക്കനാണ്, അല്ലെങ്കിൽ പറയും നമ്മുടെ വീടിന് പറ്റിയ വ്യക്തിയാണ്, പറ്റിയ വീട്ടുകാരാണ്. ലവ് വാസ് അട്രാക്ഷൻ. ഒരു ചിന്തയും തുടങ്ങിയാണ്, ആ വ്യക്തി എനിക്ക് കൊള്ളാം, പേഴ്സൺ ഈസ് ഗുഡ് ടു മീ, ആ വ്യക്തി എനിക്ക് എന്ത് ചെയ്യാം? കൊള്ളാം. അവിടെ നിന്നാണ് സ്നേഹത്തിൻ്റെ നെക്സ്റ്റ് തലത്തിലേക്ക് പോകുന്നത്. ആ വ്യക്തിയെ എനിക്ക് കൊല്ലാം. ദൈവത്തോടുള്ള ബന്ധത്തിലും ഇങ്ങനെയാണ് സ്നേഹം വളരുന്നത്. നമ്മൾ പഴയ നിയമം മുഴുവൻ പഠിക്കുമ്പോൾ അവർ പാടുന്നു, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നൊക്കെ ഉള്ളത്. ദാറ്റ് ഗോഡ് ഈസ് സോ ഗുഡ് ടു മീ. എൻ്റെ ദൈവം, പാട്ടുകളെല്ലാം നോക്കിയാലും ഇതാണ്, ദൈവം എനിക്ക് കൊള്ളാം, ആ ദൈവം എനിക്ക് കൊള്ളാം. ഗോഡ് ഈസ് സോ ഗുഡ്, ഗോഡ് ഈസ് സോ ഗുഡ്. ആ ലാസ്റ്റ് വ്യക്തി ദൈവം വലിയ നല്ലവനായിരുന്നു, ആ വ്യക്തി അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നൊക്കെ ഉള്ളത്. പക്ഷെ അവിടം കൊണ്ട് സ്നേഹം നിന്നു പോയാൽ സ്നേഹം കുറേ കഴിയുമ്പോൾ സ്റ്റാഗ്നൻ്റ് ആവും. എന്തുകൊണ്ടാണ്? കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മൾ ചിന്തിച്ചതുപോലെ ഈ വ്യക്തി അത്ര നല്ലതല്ല. അവിടം കൊണ്ട് എന്ത് തീരും? സ്നേഹം തീരും. അതുകൊണ്ടാണ് അവിടെ വളർന്നില്ലെങ്കിൽ വളർന്ന സ്നേഹം തീരത്തില്ല. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, സ്നേഹം ഒരു നാളും എന്ത് ചെയ്യത്തില്ല? ഉതിർന്ന് പോകത്തില്ല. എന്നാൽ റിയൽ ലവ് പിന്നെയും വളരുമ്പോൾ ചിന്തിക്കുന്നത്, വെദർ ദാറ്റ് പേഴ്സൺ ഈസ് ഗുഡ് ടു മീ ഓർ നോട്ട്, ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു ദാറ്റ് പേഴ്സൺ? എനിക്ക് എങ്ങനെ ആ വ്യക്തിക്ക് എന്തായിട്ട് മാറാൻ കഴിയും? നല്ലതായിട്ട് മാറാം. അപ്പോൾ സ്നേഹം, യഥാർത്ഥമായ സ്നേഹം ഈസ് നോട്ട് സെൽഫിഷ്. അത് ചിന്തിക്കുന്നത് എനിക്കെന്ത് കിട്ടുമെന്നില്ല, എനിക്കെന്ത് കൊടുക്കാൻ കഴിയും, എനിക്ക് ആ വ്യക്തി നല്ലതാണോ അല്ലതോ എന്നുള്ളതല്ല, എനിക്കെങ്ങനെ ആ വ്യക്തിക്ക് എന്തായിട്ട് മാറാൻ കഴിയും? നല്ലതായിട്ട് മാറാൻ കഴിയും. ഇതാണ് യഥാർത്ഥ സ്നേഹം. എനിക്കെങ്ങനെ ആ വ്യക്തിക്ക് നല്ലതായിട്ട് മാറാൻ കഴിയും? എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരനുഭവമുണ്ട്. ശുശ്രൂഷയുടെ ആദ്യ ജീവിതത്തെ ഒലച്ചു മറിച്ച ഒരു അനുഭവം, വല്ലാതെ ഒലച്ചു പോയൊരനുഭവം. ഈ എൻ്റെ ശുശ്രൂഷയുടെ 50 നാളുകളിൽ ഞാൻ ഗോവയിൽ ഒരു ചെറിയ ബൈബിൾ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ 1 വീക്കൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എനിക്ക് കിട്ടിയത് ഈ കൊരിന്ത്യലേഖനം പഠിപ്പിക്കാനാണ്. കൊരിന്ത്യലേഖനം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഫിലോസഫി ഓഫ് ലവ് എന്നുള്ളൊരു വിഷയം ഇങ്ങനെ പറഞ്ഞിട്ട്, ലവ് ഇതാണ്, ലവ് സ്റ്റാർട്ട് വിത്ത് അട്രാക്ഷൻ, ദാറ്റ്സ് ലെവലിൽ ലവ് തിങ്കിങ് ദാറ്റ് പേഴ്സൺ ഈസ് ഗുഡ് ടു മീ ഓർ നോട്ട്. അവിടെ കൊണ്ട് അത് നിന്നെങ്കിൽ പിന്നെ വളർന്നില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ഇത് ബ്രേക്ക് ആവും. എന്നാൽ
റിയൽ ലവ് ദെൻ അഗെയിൻ ഗ്രോസ്. അത് അടുത്ത ലെവലിൽ എത്തിയിട്ട് ചിന്തിക്കും, ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു ദാറ്റ് പേഴ്സൺ. ഞാൻ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങൾക്ക് നല്ലവനായിരുന്നു, നിങ്ങളൊക്കെ ഫീൽഡിലേക്ക് പോകുന്നു, നിങ്ങൾ ഇന്നു മുതൽ ചിന്തിക്കാൻ തുടങ്ങുമോ, കർത്താവേ, ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു മൈ ഗോഡ്? എൻ്റെ ദൈവത്തിന് എനിക്ക് അങ്ങനെ നല്ലതായിട്ട് മാറാൻ കഴിയുമോ? ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു മൈ ചർച്ച്? എനിക്ക് എങ്ങനെ എൻ്റെ സഭയ്ക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് മാറാൻ കഴിയും? ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു മൈ പാസ്റ്റർ? എനിക്ക് എങ്ങനെ എൻ്റെ പാസ്റ്റർ കുറച്ചുകൂടെ നല്ലതായിട്ട് മാറാൻ കഴിയും? ഹൗ ക്യാൻ ഐ ബി, ഇതെല്ലാ റോളത്തിലേക്കും വരും. ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു മൈ ഹസ്ബൻഡ്? ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു മൈ വൈഫ്? എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ സ്നേഹം മാറാൻ തുടങ്ങും. അവിടെ എന്ത് കിട്ടുമെന്നല്ല, എനിക്ക് എങ്ങനെ നല്ലതായിട്ട് മാറാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളങ്ങനെ ചിന്തിക്കുമെന്ന് പറഞ്ഞ് ഞാനൊരു ചെറിയ ഇങ്ങനെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ആത്മപ്രവൃത്തി വെളിപ്പെട്ടു. കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങി. കരച്ചിലങ്ങ് ഭയങ്കര കരച്ചിലായിട്ട് മാറി. ഒരു തരത്തിൽ അവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് ഞാൻ തിരിച്ചെൻ്റെ മുറി വന്നു. അർദ്ധരാത്രി എൻ്റെ മുറിയുടെ വാതിക്കൽ ഒരു കൊട്ട് കേട്ടോ. ഒരു ബർവായിൽ വന്ന ഒരു സഹോദരൻ, അവൻ എങ്ങനെയൊക്കെ വന്നതാണ്, ഒരു ബെഞ്ചമിൻ, അവനെൻ്റെ വാതിക്ക മുട്ടുകയാണ്. ഞാൻ ശബ്ദം കേട്ട് തുറന്നപ്പോൾ ഇവനെ കാണുന്നു. അവൻ്റെ എല്ലാം ബ്രോക്കൺ ഇംഗ്ലീഷിൽ അവനോട് പറഞ്ഞു, സാറേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവനെ റൂമിലേക്ക് വിളിച്ചു. അവൻ റൂമിൽ വന്നു. ഒറ്റക്കാരി, ഒരു ഇൻട്രൊഡക്ഷനും ഇല്ല. നേരെ മുട്ടുകുത്തി കൈ ഉയർത്തി പറയാൻ തുടങ്ങി, എനിക്ക് ഐ വുഡ് ലൈക്ക് ടു ഗോ ബാക്ക് ടു മൈ ബർമ ആൻഡ് ഐ വാണ്ട് ടു ബി ഗുഡ് ടു മൈ ഗോഡ് ഇൻ ബർമ. ഇത് മാത്രം ഞാൻ കണ്ടൊരു കാഴ്ച. 11 മണിക്ക് നിന്ന് അവൻ വെളുപ്പിനെ 3-3:30 വരെ മുട്ട നിന്ന് കരയുകയാണ്. അവന് വേണ്ടി ഞാനും വല്ലാതായി. ഞാനും അവൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ കൊച്ചൻ തിരിച്ചുപോയി. അവിടുത്തെ ഒട്ടും ഇംഗ്ലീഷ് അറിയാം, ഒരു വലിയ സ്മാർട്ട് അല്ലാത്ത എവിടുന്നോ വന്ന ഒരു ട്രൈബലായിട്ടുള്ളൊരു കുട്ടി. എന്നാൽ നിങ്ങൾക്കറിയുമോ, ഇന്ന് ബർമയിൽ ഒത്തിരി സഭകൾ ആ കുഞ്ഞു മൂലം ഉണ്ടായി. ഒത്തിരി അനാഥശാലകൾ സ്ഥാപിക്കപ്പെട്ടു. അവൻ ബർമയിലെ ഒരു ചർച്ച് ലീഡറായിട്ട് മാറി. ഒറ്റ ചിന്ത അവനെ മാറ്റി, ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു മൈ ഗോഡ്? എൻ്റെ ദൈവത്തിന് എനിക്ക് എങ്ങനെ നല്ലതായിട്ട് മാറാൻ കഴിയുക? നമ്മൾ ദൈവത്തിന് ഒത്തിരി സ്വീകരിച്ചവരാ. എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത നന്മകളാൽ ഇന്നയോളം എന്നെ നടത്തിയ ദൈവം പറയാൻ തന്നാൽ സാക്ഷ്യത്തിൻ്റെ 1000 അനുഭവങ്ങൾ പറയാനുള്ളവരാ. എന്നാൽ ഒത്തിരി നന്മകൾ സ്വീകരിച്ചിട്ടുള്ളവരെ സ്നേഹം ഒരു ലോവർ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലോട്ട് മാറിയിട്ട് ഇന്ന് പകൽ എത്ര പേർ ദൈവത്തോട് ചോദിക്കുക, എൻ്റെ കർത്താവേ, എനിക്ക് അങ്ങേക്ക് എങ്ങനെ നല്ലതായിട്ട് മാറാൻ കഴിയുമോ? എനിക്ക് കുറച്ചുകൂടെ അങ്ങേക്ക് നല്ലതായിട്ട് മാറണം. ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു മൈ ഗോഡ്? എൻ്റെ ദൈവത്തെ അവർക്ക് ഒരു വിഷയമേ അല്ല ദൈവം സൗഖ്യമാക്കിയോ ദൈവം തന്നോ ഇല്ലോ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ഒന്നിനും കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ ഒന്നിനും എന്നെ ദൈവ സ്നേഹത്തിൽ നിന്ന് മാറ്റാൻ കഴിയത്തില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇന്ന് പകൽ അങ്ങനെ കർത്താവ് എനിക്ക് അങ്ങക്ക് നല്ലതായിട്ട് മാറാൻ എങ്ങനെ കഴിയും? അങ്ങനെ ആഗ്രഹിക്കുന്നവർ കണ്ണുകളടച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഐ വാണ്ട് ടു ബി ഗുഡ് ടു മൈ ലോർഡ്. കുറച്ചുകൂടെ ഒത്തിരി സ്വീകരിച്ചവരാണ് നമ്മൾ. ഇഷ്ടംപോലെ നന്മകളുടെ ഒരായിരം അനുഭവങ്ങളുടെ ദാനങ്ങളുടെ കഥകൾ പറയാനുള്ളവരാ. എന്നാൽ ഇന്ന് പകൽ കർത്താവ് ചോദിക്കുക, എൻ്റെ ദൈവത്തിന് എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് മാറണം. ഐ വുഡ് ലൈക്ക് ടു ബി മോർ ഗുഡ് ടു മൈ ലോർഡ്. എൻ്റെ ദൈവത്തിന് എങ്ങനെ, ഞാൻ പോകുന്ന സ്കൂളിൽ എൻ്റെ ദൈവത്തിന് എങ്ങനെ എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് മാറാൻ കഴിയും? എൻ്റെ വീട്ടിലെങ്ങനെ എനിക്ക് ദൈവത്തിന് കുറച്ചുകൂടെ നല്ലതായിട്ട്, എൻ്റെ പ്രാദേശിക സഭയിൽ എൻ്റെ ദൈവദാസന്, എൻ്റെ കൂട്ടു സൗരന്മാർക്ക് എനിക്ക് എങ്ങനെ കുറച്ചുകൂടെ നല്ലതായിട്ട് മാറാൻ കഴിയും? കർത്താവേ, എന്നെ ഒന്ന് പണിയണമേ, എൻ്റെ കാഴ്ചപ്പാടൊന്ന് മാറ്റണമേ. എനിക്ക് അങ്ങയ്ക്ക് വേണ്ടി അങ്ങയ്ക്ക് നല്ലതായിട്ടൊന്ന് മാറണം. എന്നിട്ടൊരു സാക്ഷ്യം പറയണം. കഷ്ടതയോ പട്ടിണിയോ എനിക്കെന്ത് കിട്ടിയെന്നുള്ളതല്ല വിഷയം. എൻ്റെ എപ്പോഴും ചിന്ത, വാട്ട് ക്യാൻ ഐ ഡു? എനിക്കെന്ത് കിട്ടിയത്, എനിക്കെന്ത് ചെയ്യാനൊക്കെ? സ്വാർത്ഥത ചിന്തിക്കുന്നത് എന്ത് കിട്ടിയതിൻ്റെ സാക്ഷ്യങ്ങൾ. എന്നാൽ വാട്ട് ക്യാൻ ഐ ഡു? എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എങ്ങനെ എനിക്ക് അങ്ങേക്ക് നല്ലതായിട്ട് മാറാം? ഒരു ബെഞ്ചമിൻ മാറിയപ്പോൾ ബർമ്മ മാറി. ബർമ്മയിൽ സഭകൾ ഉടലെടുത്തു. എത്രയോ രഹസ്യം. ഇന്ന് അവിടുത്തെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ചർച്ചിൻ്റെ ലീഡറാണ് കൊച്ചൻ. എന്തുമാത്രം കാര്യങ്ങളാണ് കൊച്ചനിലൂടെ നടക്കുന്നത്. ഒറ്റ രാത്രി അവൻ മുട്ടയെന്ന് ചോദിച്ചു, ഐ വാണ്ട് ടു ബി ഗുഡ് ടു മൈ ലോർഡ് ഇൻ ബർമ്മ. ഐ വാണ്ട് ടു ബി ഗുഡ് ടു മൈ ലോർഡ് ഇൻ ബർമ്മ. ഇന്ന് പകരം ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഐ വാണ്ട് ടു ബി ഗുഡ് ടു മൈ ലോർഡ് ഇൻ ദുബായ്. ഐ വാണ്ട് ടു ബി ഗുഡ് ടു മൈ ലോർഡ് ഇൻ UAE. ഐ വാണ്ട് ടു ബി ഗുഡ് ടു മൈ ലോർഡ് ഇൻ ദിസ് ചർച്ച്. എൻ്റെ കൊച്ചു ജീവിതത്തെ നിനക്ക് നന്മയായി മാറാൻ ഞാൻ എന്നെ തന്നെ എറിഞ്ഞു തരിക കർത്താവേ. എപ്പോഴും ആ ചിന്തയിൽ ഞാൻ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്നെ ഒലച്ച ആ രാത്രി അതെന്നെ ഒത്തിരി രൂപപ്പെടുത്തി. ഞാൻ ക്ലാസ് എടുത്തെങ്കിൽ ബുദ്ധി എന്നായിരുന്നു. എന്നാൽ ആ മകനോടൊപ്പം പ്രാർത്ഥിച്ചത് എന്നെ വല്ലാതെ ഒലച്ചു. വാട്ട് ക്യാൻ ഐ ഡു? ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു മൈ ലോർഡ്? ഈ ചലഞ്ചിൻ്റെ മുമ്പിൽ എൻ്റെ ദൈവത്തിന് എനിക്ക് നല്ലതായിട്ട് മാറണം.
എങ്ങനെ വേണമല്ലോ എന്നെ ഉപയോഗിക്കുക കർത്താവേ. ഒറ്റ ആഗ്രഹം, എനിക്കെന്ത് തരാനൊക്കും, എനിക്കെന്ത് കിട്ടിയെന്നല്ല. ഐ വാണ്ട് ടു ഗീവ് ബാക്ക് ടു യു. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാം. സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. കിട്ടിയ കണക്കുകളൊന്നും എനിക്ക് വേണ്ട കർത്താവ്, എനിക്കെന്ത് തരാനൊക്കും. കുഞ്ഞുങ്ങളെ, അങ്ങനെ കർത്താവിന് വേണ്ടി നന്മയായി മാറാൻ ആഗ്രഹിച്ച ഒത്തിരി കുഞ്ഞുങ്ങളുടെ കൂടെ ക്യാമ്പസുകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ഞാൻ കണ്ടു. കിട്ടിയതിൻ്റെ കണക്കുകളൊന്നുമില്ലാത്ത ഒത്തിരി പേരെ ഞാൻ കണ്ടു. കിട്ടിയതിൻ്റെ കണക്കുകളൊന്നുമില്ലാത്ത എൻ്റെ ഒരു പാവം പിടിച്ച OBC ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു കർത്താവിൻ്റെ ദാസൻ, അയാള് വിശ്വാസത്തിൽ വന്നു. ഭയങ്കര കാശ് നല്ല നിലയിൽ വന്നു. കുഞ്ഞിന് എൻട്രൻസിന് കിട്ടി. എൻട്രൻസ് കിട്ടിയപ്പോൾ ഒരൊറ്റ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു, OBC എന്നുള്ള സർട്ടിഫിക്കറ്റ്. കുഞ്ഞിന് അഡ്മിഷൻ കിട്ടിയനെ. അതിനവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, അവിടെ ഒരു സ്ഥലത്ത് ഒന്ന് പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. സർട്ടിഫിക്കറ്റ് എല്ലാം അവർ ചെന്നപ്പം പറഞ്ഞു, നീ വിശ്വാസിയാണ്, തരത്തില്ല, നീ ഇന്നടത്ത് വന്നിട്ട് ഒരു കുടം വെള്ളം ഒഴിച്ച സർട്ടിഫിക്കറ്റ് തരാം. അവൻ പറഞ്ഞു, എൻ്റെ കൊച്ചിന് എൻട്രൻസിന് കിട്ടിയില്ലെങ്കിലും ഡോക്ടറായില്ലെങ്കിലും വെള്ളം ഒഴിച്ചുള്ള സർട്ടിഫിക്കറ്റ് വേണ്ട. തിരിച്ചു വന്നു. ദീർഘവർഷങ്ങൾ ഉണ്ടായിരുന്ന 30 ലക്ഷം രൂപ ഒരു പാസ്റ്ററൊന്നും അല്ല, MBBS അഡ്മിഷൻ മേടിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അയാൾ ആ പൈസയുമായിട്ട് മുങ്ങി, കണ്ടിട്ടില്ല. ഈ കൊച്ചിന് അതുകൊണ്ട് തന്നെ ഡിപ്രഷൻ വന്നു. 1 by 1. അടുത്ത ദിവസം വീണ്ടും എല്ലാവരും വിളിച്ച് പറഞ്ഞു, ഒറ്റ സർട്ടിഫിക്കറ്റ് നിനക്കിതെല്ലാം കിട്ടും. കിട്ടിയില്ല. എൻ്റെ കയ്യിൽ നിന്നൊരു ലെറ്റർ മേടിച്ചുകൊണ്ട് പോയിട്ട് ദീർഘവർഷം കഴിഞ്ഞ് അദ്ദേഹം ഗസറ്റിൽ പരസ്യം ചെയ്ത് ക്രിസ്തുമതം സ്വീകരിച്ചു. എന്നിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടി. ഭാര്യ പൈസയെല്ലാം പോയി. കുഞ്ഞുങ്ങളുടെ പഠിത്തം നടന്നിട്ടില്ല. എന്നിട്ട് ഏറ്റവും മുമ്പ് ഇരുന്ന് കയ്യും കെട്ടി ആരാധിക്കുമ്പോൾ എൻ്റെ മനസ്സ് തുടിക്കുക, ഈ മനുഷ്യനെന്ത് കിട്ടിയിട്ട. പക്ഷെ അയക്ക് സാക്ഷിയുണ്ട്, എൻ്റെ ദൈവത്തിന് എനിക്കെന്ത് നല്ലതായിട്ട് ചെയ്യാം. കിട്ടിയതിൻ്റെ കണക്കുകളെല്ലാം പോകും. ഇനി കൊടുക്കുന്ന കണക്കുകളാകട്ടെ. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ്, I would like to be good to my Lord. How can I be good to my Lord? ചിന്തിക്കാമോ? അങ്ങനെ വരുമ്പം ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങും. അത്ഭുതകരമായ ഇടപെടലുകളുണ്ടാകും. എൻ്റെ ദൈവത്തിൽ എനിക്ക് നന്മയായിട്ട് മാറണം. പ്രാർത്ഥിക്കാമോ? ഒന്നും കിട്ടാത്ത ഒത്തിരി പേരെ ഞാൻ കണ്ടു കേട്ടോ. കർത്താവിൻ്റെ അടുക്ക വന്നിട്ട് നഷ്ടങ്ങൾ മാത്രമുള്ള 1000 പേരെ എനിക്കറിയാം. പക്ഷെ അവിടെയൊന്നും ആരാധനയെ അത് ബാധിച്ചില്ല. അവരുടെ വിശ്വാസത്തെ അത് ബാധിച്ചില്ല. അവരുടെ സ്നേഹത്തെ അത് ബാധിച്ചില്ല. ഉറപ്പഴും പറയും, എൻ്റെ ദൈവത്തിന് എനിക്ക് എങ്ങനെ നല്ലതായിട്ട് മാറാൻ കഴിയും. എൻ്റെ ദൈവത്തിന് എനിക്ക് എങ്ങനെ നല്ലതായിട്ട് മാറാൻ കഴിയും. കർത്താവേ, ആ ദിവ്യ സ്നേഹം നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന കുറെ പേർ ഇതിനകത്ത് എഴുന്നേക്കട്ടെ. കർത്താവേ, സ്വാർത്ഥതകളില്ലാതെ എന്ത് കിട്ടുമെന്ന് ചിന്തിക്കാതെ നിനക്ക് എന്ത് തരാൻ കഴിയും, എൻ്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകും കർത്താവേ, അങ്ങക്ക് അത് മാത്രം ചിന്തിക്കുന്നവർ ഇതിനകത്തുണ്ടാകട്ടെ. ട്രൂ ലവ് അത് മുളയ്ക്കട്ടെ. കരമുയർത്തി പ്രാർത്ഥിച്ച് എല്ലാവരും ചോദിച്ച്, ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു മൈ ലോർഡ്? എൻ്റെ ദൈവത്തിന് എനിക്ക് എന്ത് നല്ലതായിട്ട് ചെയ്യാൻ കഴിയും? എനിക്ക് കിട്ടുന്ന കണക്കുകളൊന്നും പറയാനില്ലെങ്കിൽ എൻ്റെ സ്നേഹം നിന്നിൽ നിന്നും മാറത്തില്ല. അപ്പോഴും ഞാൻ ചിന്തിക്കും, what can I give? What can I give? പിതാവേ, ആ ട്രൂ ലവ് ഞങ്ങളുടെ ഇടയ്ക്ക് ഞങ്ങൾക്ക് തരണേ. കിട്ടും, കിട്ടിയിട്ടുണ്ട്. എന്നാലും കിട്ടിയില്ലെങ്കിലും നിന്നെ തിരിക്കാത്ത, നിനക്ക് വേണ്ടി നിൽക്കുന്ന അങ്ങനെ സഭയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ആ സെൽഫ്ലെസ് ലവ് ഞാൻ നിറഞ്ഞാണ്ട് അങ്ങനെ എല്ലാ വരങ്ങളും ഓപ്പറേറ്റ് ചെയ്യപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ.